ഒരു ഹീലിംഗ് എക്സ്പീരിയൻസിനെ പറ്റിയാണ് പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു ഹീലിംഗ് ചെയ്തു. അപ്പോൾ അത് ഇടക്കിടക്ക് ഇങ്ങനെ ശത്രുബാധ കിട്ടുന്ന ഒരാളാണ്. അപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ എന്നെ വിളിക്കും, ഫോട്ടോ അയച്ചു തരും, ഞാൻ ഹീൽ ചെയ്ത് കൊടുക്കുമ്പോൾ മാറുകയും ചെയ്യും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 2-3 പ്രാവശ്യം ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. ഇപ്പോൾ 4ാമത്തെ പ്രാവശ്യമാണ് വന്നതെന്ന് എനിക്ക് തോന്നണം. അപ്പോൾ എന്ന് വെച്ചാൽ വേറെ സഹായിക്കാനൊന്നും ആരും ഇല്ല, അങ്ങനത്തെ ഒരാളാണ്. അപ്പോൾ ഇതുപോലെ വന്നു കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഞാൻ സാധാരണ ചെയ്യുമ്പോൾ എനിക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ടാവാറില്ല. ഞാനൊരു 30 മിനിറ്റ് 40 മിനിറ്റ് കൊണ്ടൊക്കെ ഞാൻ അത് മാറ്റി റിലീസ് ചെയ്ത് ഫോട്ടോ വെച്ച് റിലീസ് ചെയ്ത് കൊടുക്കും. പക്ഷേ ഇത് 1 മണിക്കൂറിൽ കൂടുതൽ ഞാൻ ഇരുന്നു. അപ്പോൾ പക്ഷേ ഉണ്ടായ അനുഭവം എന്ന് പറഞ്ഞാൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ശരീരത്തിനും ഇവിടെ ഈ ഫേസ്, ചെവിയുടെ ഭാഗങ്ങൾ, ഈ കഴുത്ത്, ഇവിടെയൊക്കെ ഇങ്ങനെ ഭയങ്കര ഇച്ചിങ്, ചൊറിച്ചിൽ, കയ്യിൽ ഇവിടെ എന്തോ ഇടയുന്ന പോലെ ഫീലിംഗ് ഒക്കെ ആയിട്ട് എനിക്ക് കുറേ സമയം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ വലിയ സംഭവത്തിലേക്ക് പോയില്ല. കാരണം ഇത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം ചില ബാധകൾ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഇച്ചിങ് ആയിരിക്കും, ചൊറിച്ചിലായിരിക്കും ശരീരത്തിൽ. ഇതിങ്ങനെ നമുക്കിവിടെ എന്തോ ഇങ്ങനെ ഇരിക്കണ പോലെ തോന്നും, അല്ലെങ്കിൽ കൊതുക് ഇങ്ങനെ കുത്തണ പോലെ തോന്നും. അതായത് ചില ശത്രുബാധകൾ വരുമ്പോഴും അങ്ങനത്തെ ഒരവസ്ഥയുണ്ട്. അപ്പോൾ അത് അവരുടെ ശരീരത്തിലുള്ള ആ സാധനം എൻ്റെ ശരീരത്തിലേക്ക് വന്നിട്ടാണല്ലോ ഇത് പോകുന്നത്. അപ്പോൾ ആ ഇച്ചിങ് കൂടി എൻ്റെ ശരീരത്തിൽ എനിക്ക് കുറച്ച് സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ശരീരത്തിൽ ചൊറിച്ചിൽ ഉണ്ടായിരുന്നോയെന്ന് ചോദിച്ചു. അപ്പോൾ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഈ ബാധ വന്നപ്പോൾ ഭയങ്കര ചൊറിച്ചിലായിരുന്നു ശരീരം മുഴുവനും. പല സ്ഥലങ്ങളിലും പുറത്ത് നെഞ്ചിൻ്റെ ഭാഗത്തൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ചൊറിഞ്ഞുകൊണ്ടിരിക്കും. നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല. അതിങ്ങനെ ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. ഇങ്ങനെ എന്തോ ഇഴയണ പോലെ, കുത്തണ പോലെ, ഒരു കടിക്കണ പോലെയൊക്കെ തോന്നും. അപ്പോൾ അത് കുറച്ച് സമയം എൻ്റെ ശരീരത്തിൽ നിന്ന് അത് കഴിഞ്ഞിട്ട് അതായത് വിട്ടു പോകാനായിട്ട് ഇങ്ങനെ മടിഞ്ഞ് നിൽക്കുമായിരുന്നു. പക്ഷേ ക്ലയൻറ്റിൻ്റെ ശരീരത്തിൽ നിന്ന് കംപ്ലീറ്റ് പോയി. അവരെ വിളിച്ചപ്പോൾ അവർ ഓക്കെ ആയി, അവർ ഫുള്ളി ഓക്കെ ആയി, ഹാപ്പി ആയി, ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ശരീരത്തിൽ ഈ ഇച്ചിങ് പോവാതെ നിന്നപ്പോൾ ഞാൻ പയ്യെ ഇവിടുന്ന് നമ്മുടെ ബീച്ചിലേക്ക് പോയി. കടപ്പുറത്ത് പോയിട്ട് ഒരു 10 മിനിറ്റ് അവിടെ സ്പെൻഡ് ചെയ്തു. കടപ്പുറത്ത് കുറച്ച് സമയം അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ആ ഉപ്പ് കാറ്റടിച്ചപ്പോൾ സംഗതി ശരിയായി. അപ്പോൾ ആ ഉപ്പ് എന്ന് പറയുന്നത് എപ്പോഴും ഈ കാര്യങ്ങളിൽ നെഗറ്റിവിറ്റി കളയാനായിട്ട് നല്ലതാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ പഴയ വീഡിയോയിലൊക്കെ ഞാനിപ്പോൾ പറയുമായിരുന്നു, കടപ്പുറത്ത് പോയാലുള്ള ഗുണങ്ങളെ പറ്റിയൊക്കെ പറയാറുണ്ട്. അപ്പോൾ അവിടെ പോയി കുറച്ച് സമയം ഇരുന്ന് കഴിഞ്ഞപ്പോൾ അത് എൻ്റെ ശരീരത്തിൽ നിന്ന് റിലീസായിട്ട് പോയി. അപ്പോൾ ഇത് പലരും പറഞ്ഞു കേൾക്കാറുണ്ട്. ഈ ശത്രുബാധ വരുമ്പോൾ എനിക്കും എക്സ്പീരിയൻസ് ഉണ്ട്. ഞാനിതുപോലെ കുറേ നാൾ മുമ്പ് ഇതുപോലെ തന്നെ ഞാൻ സാധാരണ മറ്റേ കമ്പിളിയൊക്കെ പുതച്ചിട്ട് കിടക്കുന്ന ആളാണ്. എത്ര ചൂടുകാലമായാലും എനിക്ക് പുതപ്പ് വേണം, പുതപ്പില്ലാണ്ട് ഞാൻ കിടക്കാറില്ല. അപ്പോൾ 2 ഉദ്ദേശമുണ്ട്. കൊതുകിൻ്റെ എന്തെങ്കിലും ശല്യം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പുതച്ച് കിടക്കുന്നത്. പക്ഷേ ഈ പുതച്ച് കിടന്നിട്ട് ഇതുപോലെ തന്നെ ഇങ്ങനെ സൂചിയും കൊണ്ട് ഇങ്ങനെ കുത്തുന്ന പോലെ കയ്യിലും കാലിലൊക്കെ അതിങ്ങനെ കുറേ സമയമുണ്ടായി. അപ്പോൾ നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓർമ്മയൊന്നും ഇല്ലല്ലോ, പിന്നെ ഏതാണെന്നൊന്നും ഓർമ്മയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കൊതുക് അടിക്കുക എന്നുള്ള ഒരു തോന്നൽ നമുക്ക് വരുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഈ കൊതുകിൻ്റെ ബാറ്റ് എപ്പോഴും നമ്മൾ അടുത്ത് കൊണ്ട് നോക്കാറുണ്ട്. അന്നൊക്കെ കൊതുകിൻ്റെ ശരീരം ഭയങ്കര കൂടുതലായിരുന്നു. അപ്പോൾ അത് എടുത്തിട്ട് ഇങ്ങനെ വീശിലും ഒക്കെ ആയിട്ട് കുറച്ച് സമയം ഇങ്ങനെ ചിലവഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഉറക്കത്തിൽ തന്നെ തോന്നി ഇത് അതല്ലല്ലോ എന്ന് തോന്നി. അത് ഞാൻ എഴുന്നേറ്റിരുന്നിട്ട് ഒരു മന്ത്രമൊക്കെ ജപിച്ച് അങ്ങനെ കുറച്ച് സമയം ഇരുന്നപ്പോൾ അത് പോയി, റിലീസായിപ്പോയി. കാരണം ഈ ഉറക്കത്തിലാണ് നമ്മളീ കൂടുതലും അറ്റാക്കുകളൊക്കെ കൂടുതലും എന്നെ വന്ന് പിടിക്കുന്നത്. അല്ലാണ്ട് എഴുന്നേറ്റിരിക്കുമ്പോൾ സാധാരണ ഈ ബാധ വന്നാലൊന്നും എന്നെ പെട്ടെന്നൊന്നും പിടിക്കാൻ പറ്റില്ല. അതെനിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അത് രക്ഷയില്ല, അതങ്ങനെ വിട്ടുപോയിക്കോളും. നോർമൽ അങ്ങനെ സംഭവിക്കും. ഉറക്കത്തിൽ അങ്ങനെയല്ല, ഉറക്കത്തിൽ വന്ന് പിടിക്കാറുണ്ട് ചില സമയങ്ങളിലൊക്കെ. പക്ഷേ കാലത്ത് എഴുന്നേൽക്കുമ്പോൾ നമ്മൾ കളയുകയും ചെയ്യും. അപ്പോൾ ഇത് ഒരു എക്സ്പീരിയൻസാണ്. നമ്മൾ ഹീലിംഗ് ചെയ്യുന്ന പല ആൾക്കാരും പറയാറുണ്ട് ഈ ഇച്ചിങ്ങിൻ്റെ കാര്യം, ചൊറിച്ചിൽ എല്ലാം പറയാറുണ്ട്. അത് ചില ബാധകൾ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇത് നിങ്ങൾ അതിനൊക്കെ പോയിട്ട് മരുന്ന് വാങ്ങി നിങ്ങൾ പോയിട്ട് അത് ക്രീമൊക്കെ തേച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ. അറിയാൻ വേണ്ടി പറയുകയാണ്. ചില ബാധകൾ വന്നാൽ ബോഡിയിൽ ചൊറിച്ചിൽ ഇങ്ങനെ വിട്ടുമാറാത്ത ചൊറിച്ചിലായിരിക്കും. അപ്പോൾ അത് നിങ്ങളുള്ള ക്രീമൊക്കെ മേടിച്ച് നിങ്ങളുടെ ബോഡി ഒന്നും കേടാക്കണ്ട. അതിന് ആ എനർജി റിലീസ് ചെയ്ത് കളഞ്ഞാൽ ശരിയാവുന്നതേ ഉള്ളൂ. ബാധനെടുത്ത് കളഞ്ഞാൽ മതി. ആ ബാധനെടുത്ത് കളഞ്ഞാൽ ആ ചൊറിച്ചിലൊപ്പം തന്നെ മാറിക്കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് ഇങ്ങനൊരു എക്സ്പീരിയൻസ് എനിക്ക് കഴിഞ്ഞ ദിവസം ഉണ്ടായപ്പോൾ അതിനെപ്പറ്റി ഞാനൊന്ന് പറയണം തോന്നിയുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിനു മുമ്പത്തെ വീഡിയോയിൽ ഞാനിതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് പ്രാവശ്യം. ഇച്ചിങ് നെഗറ്റീവ് ബാധ വന്നാലുണ്ടാവുന്ന ലക്ഷണങ്ങൾ പറഞ്ഞപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഈ ചൊറിച്ചിലുണ്ടാവുന്നുള്ളത്. ചൊറിച്ചിൻ്റെ പല സ്ഥലങ്ങളിലും ഉണ്ടാവും, കയ്യിലുണ്ടാവാം, ഈ ഫേസിലുണ്ടാവാം, പിന്നെ ഈ ഇവിടെയൊക്കെ നമുക്കിങ്ങനെ എന്തോ ഇങ്ങനെ ഇഴയണ പോലെ തോന്നും. നമ്മൾ ആദ്യമേക്ക് മുടി വല്ലതും ഇരിക്കണമെന്നൊക്കെ വിചാരിക്കും. പക്ഷേ അതിന് അനങ്ങിയിട്ട് ഇങ്ങനെ കുത്തുന്ന പോലെ ഫീലിംഗ് വരും. അതുപോലെ നെഞ്ചിൻ്റെ ഭാഗത്ത് കാലിലൊക്കെ വരും, കാലിൻ്റെ മുട്ടിന് താഴോട്ട് ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇതെല്ലാം ലക്ഷണങ്ങളാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ
നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, അത് നെഗറ്റിവിറ്റി ആണോ എന്നുള്ളത് നോക്കുക. നിങ്ങൾ എന്തെങ്കിലും വല്ല ഈ ഉപ്പില്ലേ, ഉപ്പിങ്ങനെ കയ്യിലിങ്ങനെ 2 കയ്യിലും പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കുറയും, പെട്ടെന്ന് ആ ചൊറിച്ചിൽ കുറയും. ഉഴിഞ്ഞ് കത്തിച്ചാൽ അപ്പം മാറും, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ പിന്നെയും വരും. കാരണം ശത്രു അയച്ചങ്ങനെ ബാധയാണെങ്കിൽ നമ്മൾ അതിനെടുത്ത് മാറ്റിയെങ്കിൽ മാത്രമേ പൂർണ്ണമായിട്ട് നമുക്ക് സൗഖ്യം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളൊരു റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.